ഇതിലിപ്പോൾ ഒരു ആരോപണം ഇപ്പം സത്യത്തിൽ നമ്മളുടെ നിയമവ്യവസ്ഥയിൽ തന്നെയുള്ള വലിയൊരു പഴുതാണ് ഒരു യുവതി അല്ലെങ്കിൽ നടി, ഒരു അഭിനേത്രി ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പരാതി കൊടുത്താൽ ഉടൻ കേസെടുക്കുക എന്നുള്ളത്. മറുവശത്തുള്ള അയാളുടെ വാദം കേൾക്കാനോ അയാളുടെ ന്യായം കേൾക്കാനോ നമുക്ക് സമയം അനുവദിക്കുന്നില്ല കോടതി. നേരെ മറിച്ച് കഴിഞ്ഞ ഗവൺമെൻറ്റിന് പറയാൻ തോന്നുന്നു, അവിടെ വന്ന പരാതികൾ, മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതികൾ പോലും 15 ദിവസം പൂത്തിവെച്ച സംഭവമുണ്ട്. വീട്ടി കുഞ്ഞമ്മല്ലേ, നമ്മുടെ സുഹൃത്ത് തന്നെയാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പൂത്തിവെച്ചിട്ടാണ് ഒരു കേസെടുത്തത്. രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുകയത്. അത് ഈ വീഴാൻ പോകുന്ന സർക്കാരിന് മുഖം രക്ഷിക്കാനായിരിക്കാം ഒന്ന്. ആവും, കാരണം അവർ കണ്ണിച്ചോറില്ലാത്ത ഇങ്ങനത്തെ ഇടപാടുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. കൂടെ നാളെ ചതിക്കാൻ പഠിക്കാത്തവരാ, ഒന്നാമതാവാം. ഇനി അതല്ല, രഞ്ജിത്ത് പറയുന്ന എന്താണെന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല, കാണാൻ പറ്റിയിട്ടില്ല, എനിക്ക് സുഖമില്ലാത്ത. പക്ഷേ രഞ്ജിത്ത് കുറ്റക്കാരനാണെങ്കിലും അല്ലെങ്കിലും അവനെൻ്റെ കൂടപ്പിറപ്പിനെ പോലെയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് അയാളെ നമ്മൾ പടിയടച്ച് പിള്ളം വെക്കില്ല. ഒരു വീട്ടിൽ ഒരുപാട് കുട്ടികളുണ്ട്, പല കുട്ടികളും മോശം വഴിക്ക് പോയാൽ അച്ഛനമ്മമാർ അവർ തള്ളി പറയുന്നില്ല, ചേർത്ത് നിർത്തുകയാണ്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനത് പൊറുക്കാനും അവനെ ചേർത്ത് നിർത്താനും ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ എല്ലാവരും പോലെ അതിജീവിതയോടൊപ്പം അതിജീവിതയാണോ അല്ലേ എന്നുള്ളത് കോടതി തെളിയിക്കട്ടെ, അപ്പോൾ ഞാൻ പറയാം. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റുകാരനാണെന്ന് തന്നെ നമ്മൾ വിലയിരുത്തും. അതേസമയം ഒരു ചങ്ങാതിയുള്ള നിലയ്ക്ക് ഞാൻ ചേർത്ത് നിർത്തും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദിലീപിൻ്റെ കാര്യത്തിൽ എന്താ അങ്ങനെയല്ലല്ലോ? അതും പറയാം. ദിലീപ് ഒരു സഹപ്രവർത്തകനാണ്, കൊളീഗ്. ഇവൻ എൻ്റെ കൂട്ടുകാരനാണ്. സഹപ്രവർത്തകനും കൂട്ടുകാരനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുക ഈ കാര്യത്തിൽ. ബാക്കി പോലീസ് കേസും കാര്യങ്ങളൊക്കെ വരട്ടെ, അപ്പം എൻ്റെ ഈ ഇര നിങ്ങളങ്ങ് ആരോപിക്കല്ലേ. അതാ ഞാൻ പറയുന്നത്, നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും ഒരു 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 ലൂപ്പ് ഹോൾ എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് മറുവശം കേൾക്കാൻ ഉള്ള സൗകര്യമില്ല. ഇപ്പോൾ ഒരു പത്രപ്രവർത്തകയായ സുഹൃത്തിൻ്റെ തോളിൽ കൈയിട്ടാനല്ലേ സുരേഷ് ഗോപിയെ നിങ്ങളെല്ലാം കൂടെ കുരിശുമ തറച്ചത് അല്ലേ? അതുകൊണ്ട് നമുക്ക് പേടിയാണ്. ഇപ്പോൾ ഒരാളെ അഭിനയിക്കാൻ വിളിക്കാനും പേടിയാണ്. ഒരു പത്രക്കാരിയെ ഒറ്റയ്ക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ വരട്ടെ ചോദിച്ചാൽ ഞാൻ വേണ്ടെന്ന് പറയുള്ളൂ. ഇനി മുതൽ നെറ്റിന് മുകളിൽ ക്യാമറ വെച്ചിട്ടുള്ളൊരു തൊപ്പിയിടാണ് എൻ്റെ ഒരു തീരുമാനം.